നല്ലൊരു പുഴയും പുഴയിൽ ഇറങ്ങാൻ പറ്റില്ല. വെള്ളത്തിൽ ഇവിടെ ഒരു 8-10 ആൾക്കാർ ഇവിടെ മരിച്ചു. പുഴ നല്ല കണ്ടിന്യൂ നല്ല വെള്ളമായതുകൊണ്ട് പുഴയ്ക്ക് ഇറങ്ങാനായിട്ട് ഇതൊക്കെ ആന പിടിച്ചതാണ്. 2000 പ്ലാന്റ്. ആന ഇങ്ങനെ തന്നെ മധുരാണ് ഈ തേക്കിന്റെ തൈന്. അപ്പൊ അതങ്ങനെ ഒടിച്ചൊടിച്ച് തിരിക്കും. അങ്ങോട്ട് നാടില്ല. അവിടെ കാട് തിരിക്കാറല്ലേ? കാടന്നെ. കാടങ്ങോട്ട് പിന്നെ ഒരു പ്രത്യേക ദിശയിൽ പോയാൽ ഇവിടെ കുറച്ച് സ്ഥലം കുറച്ച് ഭാഗത്ത് കാടുണ്ടാവില്ല. അതാ പിന്നെ കാട്ടാനല്ലേ? കണ്ടു ഒപ്പം വേറെ ഉണ്ടാവും. ആക്രമിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരാളെ കൊണ്ടുപോകണം. അത് ചിലപ്പോൾ പിന്നെ അടുത്തായിരിക്കും. അറിയാം കാരണം തിരിഞ്ഞാണ്. പിന്നിപ്പോൾ അങ്ങനെ ആനണ്ട് ആന പെട്ടെന്ന് ആന കാട്ടാന തന്നെയാണ് ഇതല്ലേ? കാട്ടാനൊന്നും ഇവിടെ ഇല്ല. കാട്ടാനൊന്നും ഇവിടെ ഇല്ല. കാട്ടാന ഇവിടെ ഉണ്ടായിരുന്നു ഒരു 80 കാലഘട്ടത്തിലാണ്. ശരി. ഇപ്പോൾ അതിന് ശേഷം ആനല്ല. അവിടെ ആനപ്പത്തി കാണാൻ നടന്നു പോകുമ്പോൾ കാട് ഇവിടെ അവസാനിക്കാറായിട്ടുണ്ടാവൂലേ? അങ്ങനെ കാട് ഇവിടെ തുറന്നേ ഉള്ളൂ. അവസാനിക്കുന്നില്ല ഈ കാട് കഴിഞ്ഞില്ലേ? ഇത് തമിഴ്നാട് കർണാടകത്തിൽ അങ്ങനെ. അങ്ങനെ പോവാണല്ലേ? ഇവിടുന്ന് ഊട്ടിക്ക് 65 കിലോമീറ്റർ ഇവര് പറയുന്നത്. അത് ശരി. അത്രേ ഉള്ളൂ? 65 കിലോമീറ്റർ? എന്നാലും ഒക്കെ ദുർഘടം പിടിച്ച ഇതിനടുത്ത് മേനകാന്തി ഒന്നില്ല ഇവിടെ. ആ കണ്ടൊക്കെ കാറ്റത്തൊക്കെ അതുവരെ അത് 18 കിലോമീറ്റർ ഇവിടുന്ന് വണ്ടി പോകുള്ളൂ. ആകെ പിന്നെ വണ്ടി പോകില്ല. പിന്നെ എന്നിട്ട് പോയാൽ നമ്മൾ നടന്നു പോകണം. നടവഴിയുണ്ടോ? വഴിയൊന്നുമില്ല. വഴിയൊന്നുമില്ല. അങ്ങനെ പോകാൻ ആൾക്കാരുണ്ടാവോ? പോകാൻ പറ്റുമോ? അനുവാദം ഉണ്ടോ? അനുവാദമല്ല. അനുവാദമുണ്ട്. ഇവിടുത്തെ നാട്ടുകാർക്ക് ചില കാര്യങ്ങളൊരു കൺസെഷൻ ഉണ്ടല്ലേ? ആദ്യം എന്തായിരുന്നു പറയാ, അങ്ങനെ കുളിക്കാനും ഇവിടെ പണ്ടൊക്കെ കപ്പൂത്ത് പോകാനും നല്ല നല്ല വേനൽക്കാലത്തൊക്കെ അവിടെ വന്ന് ഇരിക്കാനൊക്കെ ആദ്യം ഞങ്ങളൊക്കെ അനുഭവിച്ചിരുന്നില്ല. അപ്പൊ നമ്മളാ പറഞ്ഞ പോലെ പെട്ടെന്ന് പറ്റും. 1-2 മാസം കൊണ്ട് പറ്റും. പിന്നെ ഞങ്ങളൊക്കെ പോകുന്നത് ഇവിടെ കുളിക്കാനായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും പറ്റില്ല. ആനുണ്ട് കേട്ടോ വഴിക്കാൻ. ആനുണ്ട്. പേടിപ്പിക്കലോ? അതെ അതെ. 2 രീതിയിലും കാണാമല്ലോ. ശ്രദ്ധിക്കാൻ നല്ലതാണ്. അവർക്ക് എന്തെങ്കിലും ആണെങ്കിൽ നന്നായിട്ട് അത് കാണും ചെയ്യാം. ഫോറസ്റ്റ് വന്നാണ് കുളിക്കാൻ പോകാൻ പറ്റാറുണ്ട്. അങ്ങനെ അയാളെ ചാക്കിയായി. പിന്നെ ഞങ്ങളെ പറ്റ നിർത്തി ഓട്ടോട്ടി കൊണ്ടുപോരാ. ഗവൺമെന്റ് വണ്ടി ഓട്ടോട്ടി. അത് ശരി. നമ്മളിപ്പോ അവിടെ ഇത് 1908 പ്ലാന്റേഷനാണ്. ഇത് സെയിൽസ് സീസണിലെ ഒന്നാണ് ലേലം. ഓൺലൈനാണെങ്കിലും ഒന്ന് കണ്ട് നമ്മൾ പിന്നെ ഓൺലൈനിൽ പങ്കെടുക്കുകയാണ് ലേലം. അത് ശരി. ഈ ഭാഗത്തിലെല്ലാം വേറെ വ്യാപാരം വിൽക്കാനായ മരൊക്കെ ഇവിടെ കുറിച്ച് കാട്ടി.
ഏതായാലും നിങ്ങളൊരു വെറും ഡ്രൈവർ മാത്രമല്ല, നല്ലൊരു ഗൈഡ് കൂടിയാണ്. ഞാനിവിടുത്തെ പണിക്കാരൻ കൂടിയാണ്. ഞങ്ങളിവിടുത്തെ പണിക്കാരൻ കൂടിയല്ലേ? ഇതാണ് എന്റെ പണി. അത് ശരി, അട്ടിയൊക്കെ പണിയില്ലേ? ഞങ്ങളിവിടെ അല്ല, ഞങ്ങൾ നിലമ്പൂരുണ്ട് പരിപാടി ഇപ്പൊ. അത് ശരി. അപ്പൊ ഇതാണ് ഇത് ഒരു ആദിവാസി ഏരിയയാണ്. ഇവരെ നമ്മളിവിടെ പഠിപ്പിക്കും. നമ്മള് രണ്ടോ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ അവിടെ ഇരുന്നു, അവര് ഇവിടെ ഇരുന്നു. മുറിക്കൂലല്ലേ? 908 പ്ലാൻ. ഇവിടെ ഇങ്ങനെ മരം കൊണ്ട് സ്റ്റോക്ക് ചെയ്ത് നല്ലോണം വെയിൽ തട്ടിയാല് ഈ മരമൊക്കെ പൊട്ടി പൊളിഞ്ഞു പോകും, വിണ്ടു കയറും. അതിന് നിറാതിരിക്കാൻ വേണ്ടിയാണ് ഈ മരം കൊണ്ട് നിർത്തിയത്. നമ്മൾ അപ്പുറത്ത് കണ്ടത് 1981 81